ഒരു യുദ്ധമോ അല്ലെങ്കിൽ സായുധ സംഘർഷങ്ങളോ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന കൂട്ടത്തിലാണ് ഇസ്രയേൽ, റഷ്യ എന്നീ സൈന്യങ്ങൾ ഉള്ളത്. ഈ രണ്ട് സേനകളെയും ഐക്യരാഷ്ട്ര സംഘടന കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തന്നെ ഇസ്രയേലിനെയും റഷ്യയെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും ഉക്രൈൻ യുദ്ധഭൂമിയിലും അധീനതയിലുള്ള പലസ്തീൻ പ്രദേശങ്ങളിലും ഈ രാജ്യങ്ങളുടെ സുരക്ഷാ സേനകൾ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ തുടരുന്നതായി ഐക്യരാഷ്ട്ര സംഘടന കണ്ടെത്തുകയും ചെയ്തു. ഇസ്രയേലിലെ തടവറകൾ നേരിട്ട് പരിശോധന നടത്താൻ അനുമതി ലഭിക്കാത്തതിനാൽ ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. റഷ്യൻ സുരക്ഷാ സേനകളും ജയിൽ അധികൃതരും ഉക്രൈൻ യുദ്ധത്തടവുകാർക്കെതിരെ കടുത്ത ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. തടവിൽ നിന്നും മോചിതരായവരിൽ നിന്നും ഉക്രൈനിലെ UN ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിംഗ് മിഷനിൽ നിന്നുമാണ് ഇതിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചത്. ഇപ്പോഴും റഷ്യൻ സൈന്യം ഉക്രൈനിയൻ തടവുകാർക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ ഒരു യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇരകളാക്കപ്പെട്ടവർ, ഉക്രൈൻ പ്രോസിക്യൂട്ടർമാർ, ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തടവുകാരെ മാനസികമായി തകർക്കാനും അവരെ അപമാനിക്കാനുമാണ് ഇത്തരം ക്രൂരതകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. യുദ്ധങ്ങളിൽ സൈന്യങ്ങൾ സാധാരണ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ടെങ്കിലും മിക്കപ്പോഴും ആക്രമണത്തിന് ഇരയാകുന്നത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. എന്നാൽ റഷ്യൻ സൈന്യം കൂടുതൽ ക്രൂരത കാണിച്ചത് പുരുഷന്മാരോടാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. 2022 റഷ്യയുടെ പൂർണ്ണമായ അധിനിവേശം ആരംഭിച്ചപ്പോൾ ഉക്രൈനിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും പിടിച്ചെടുത്ത റഷ്യൻ സൈന്യം ഉക്രൈനിലെ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ പിന്നീട് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത്. യുദ്ധസമയത്ത് റഷ്യൻ സേനയുടെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള 310 അന്വേഷണ കേസുകളിൽ 280 പേർ പുരുഷന്മാരും 26 പേർ സ്ത്രീകളും 4 പേർ പെൺകുട്ടികളും ആയിരുന്നു എന്നാണ് UN കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബലാത്സംഗം, ലൈംഗിക അവയവങ്ങൾ വികലമാക്കുക, വൈദ്യുത ആഘാതം ഏൽപ്പിക്കുക, ജനനേന്ദ്രിയങ്ങളിൽ മർദ്ദിക്കുക തുടങ്ങിയ അതിക്രൂരമായ രീതികളാണ് റഷ്യൻ സൈന്യം പ്രയോഗിക്കുന്നത്. തടവുകാരെ നഗ്നരാക്കി നിർത്തുന്നതും വടികളും കുപ്പികളും ഉപയോഗിച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നതും പതിവാണെന്ന് ഇതിനെ അതിജീവിച്ചവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുടെ പ്രോത്സാഹനത്തോടെ നടക്കുന്ന വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളാണെന്നും UN അന്വേഷകർ പറയുന്നു. യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ ചെലവുള്ള മാർഗമായാണ് റഷ്യ ലൈംഗിക അതിക്രമങ്ങളെ കാണുന്നതെന്നാണ് ഉക്രൈൻ പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ റഷ്യൻ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലൈംഗിക പീഡന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മുമ്പ് അവർ പറഞ്ഞിരുന്നു. എന്തായാലും അധികൃതരുടെ അറിവോടെയോ അല്ലാതെയോ ലൈംഗിക പീഡനങ്ങൾ ഇപ്പോഴും റഷ്യ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.